17-കാരനെ ക്രൂരപീഡനത്തിനിരയാക്കിയ പത്തനംതിട്ട ഓമല്ലൂരിലുള്ള ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ ഗുരുതര ആരോപണവുമായി ഇടുക്കി സ്വദേശിയായ മുൻ ജീവനക്കാർ രംഗത്ത്. പഠനവും ജോലിയും ഉറപ്പു നൽകി സെന്ററിലെത്തിച്ച കുമളി അണക്കര സ്വദേശിയായ 17-കാരനെ ഇവിടെ അടിമവേല ചെയ്യിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായാണ് മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ. കുമളി അണക്കര അമ്പലമേട് സ്വദേശിയും 17-കാരനുമായ വിദ്യാർത്ഥിയെ കൊണ്ട് അടിമവേല ചെയ്യിക്കുകയും ക്രൂര മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത സംഭവത്തിൽ പത്തനംതിട്ട ഓമല്ലൂരിലെ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ മുൻ ജീവനക്കാരി ചെല്ലാർകോവിൽ സ്വദേശി ജിൻസിയാണ് സ്ഥാപനത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇവർ എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തു വരവെയാണ് സഭയുടെ കട്ടപ്പനയിൽ നടത്തിയ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. തുടർന്ന് സെന്ററിന്റെ പ്രധാന നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനു വാടമുട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ജോലി ഉപേക്ഷിച്ച് ഓമല്ലൂരിലെ സെന്ററിൽ ചേർന്നു. ഇവരുടെ 3 കുട്ടികളുടെ പഠനവും ജിൻസിക്ക് മെച്ചപ്പെട്ട ജോലിയുമായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇവിടുത്തെ അന്തേവാസികളടക്കമുള്ളവർക്ക് മോശം ഭക്ഷണം നൽകുന്നത് ചോദ്യം ചെയ്തതോടെ നടത്തിപ്പുകാരുടെ കണ്ണിലെ കരടായി ഇവർ മാറുകയായിരുന്നു. അണക്കര സ്വദേശിയായ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ച വിവരം വീട്ടുകാരെ അറിയിച്ചതോടെ ജിൻസിക്ക് നേരെയും ഭീഷണിയുണ്ടായി. 40ഓളം കേസിൽ പ്രതിയായിരുന്നു. അവരെയാണ് അവിടെ കൊണ്ട് ഈ ജയിപ്പിച്ചിരിക്കുന്നത്. ചുമ്മാ കാര്യമുള്ള കാര്യത്തിനൊന്നും അവരവിടെ കൊണ്ട് വഴക്കുണ്ടാക്കുന്നത്. ഇത് ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യമാണ്. പ്രായവരെ ഉപദ്രവിക്കാറുണ്ട്. അമ്മച്ചിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അമ്മച്ചിമാരെടുത്ത് പറഞ്ഞ കാര്യം ഇതൊക്കെ. ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിക്ക് രാവിലെ കട്ടൻ ചായ എല്ലാം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവര് വന്നിട്ട് അതും വിലക്കി സമയത്തിന് നല്ല രീതിക്കുള്ള ഒരു ഫുഡ് അവിടെ ഇല്ല. സത്യം പറഞ്ഞു വേണമെങ്കിൽ നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള ഒരു ഫുഡ് ഇല്ല. ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അത്രയും വയ്യാതെ കിടന്നിട്ട് പോലും അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഇവര്. ഇവരോട് പറയുമ്പോഴത്തേക്കും ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകും. 17-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ സെന്റർ നടത്തിപ്പുകാർ 4 പേരും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന.